വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ മൂന്നാമത് അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അക്കൗണ്ടൻസി പ്രിൻസിപ്പിൾസിനെ പറ്റിയും അതുപോലെ അസംഷനെ പറ്റിയും അടുത്ത ക്ലാസ്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്ന അതാണ്. ഗ്യാപ്പ്, അതായത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്, ഇങ്ങനെ 3 തരത്തിലുള്ള കണക്കെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില സങ്കല്പങ്ങൾ, തത്വങ്ങൾ, അത് മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള, പരിഷ്കരിച്ചുകൊണ്ടുള്ള തത്വങ്ങൾ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുക. ആദ്യമായിട്ട് നമുക്ക് ബേസിക് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബേസിക് അസംഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കണക്കെഴുത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെയൊക്കെ ആസ്പദമാക്കിയാണ് കണക്കെഴുതുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമുക്ക് അതിൽ പറയാനുള്ളത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും വിളിക്കുന്നുണ്ട്. അതായത് ബിസിനസ്സും ബിസിനസ്സിൻ്റെ ഉടമസ്ഥനും രണ്ടാണെന്നുള്ള ഒരു രീതിയിൽ വേണം കണക്കുകൾ എഴുതാൻ. അതായത് ബിസിനസ്സിന് ബിസിനസ്സിൻ്റേതായ ഒരു പ്രത്യേക നിലനിൽപ്പുണ്ടായിരിക്കും. ആ ഒരു സങ്കല്പമാണ്. ഇപ്പോൾ ബിസിനസ്സിലെ കണക്കെഴുത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ബിസിനസ്സും അതിൻ്റെ ഉടമസ്ഥനും രണ്ടാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് മുടക്കുന്ന മൂലധനം അത് കൊണ്ടുവരുമ്പോൾ അത് തിരിച്ച് നൽകേണ്ട ഒരു ബാധ്യത, ലയബിലിറ്റി ബിസിനസ്സിനുണ്ടാകുന്നു. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണ്ടത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അതായത് ബിസിനസ്സിന് ഒരു സ്ഥിരതാ സങ്കല്പം ഉണ്ടായിരിക്കും. അതായത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, തുടർച്ചയായിട്ട് നിലനിൽക്കുന്നതാണ് ബിസിനസ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് വേണം കണക്കുകൾ എഴുതാൻ. ബിസിനസ് ഒരു സ്ഥിരമായ സംവിധാനമാണെന്നും അത് തുടർന്നുകൊണ്ട് പോകുന്നതാണെന്നും അപ്പോൾ വാങ്ങുന്ന ആസ്തികൾക്കുള്ള ചിലവ് അത് ലാഭനഷ്ട കണക്കിൽ എഴുതാതെ ആ ആസ്തിയായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പം ബാങ്കിലോട്ടുള്ള നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതുപോലെ ഫർണിച്ചറുകൾ വാങ്ങുന്നു, ബിൽഡിങ് വാങ്ങുന്നു, ഇതെല്ലാം ബിസിനസ്സിന് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇനി അടുത്തത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതായത് പണത്തെ ഒരു ഇടപാടുകളുടെ ഒരു അളവുകോലായി കണക്കാക്കണം. ഏതൊരിടപാടിനും പണമാണ് അതിൻ്റെ കണക്കാക്കുന്ന ഒരു മൂല്യം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതൊരു കാര്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ രീതിയിലാണ് കണക്കാക്കുന്നത് അല്ലെ അളക്കുന്നത്. ഇപ്പോൾ ഖരപദാർത്ഥങ്ങൾ നമ്മൾ കിലോഗ്രാമിലാണ്, ലിക്വിഡായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ലിറ്റർ കണക്കിനാണ്. ഇപ്പോൾ പെട്രോള്, വെളിച്ചെണ്ണ, അതെല്ലാം ലിറ്റർ എന്നാണ് പറയുക. അതുപോലെ മീറ്റർ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് തുണികളൊക്കെ എടുക്കുമ്പം മീറ്റർ കണക്കിലാണ് മുറിച്ചെടുക്കുന്നത്. അതുപോലെ ഇടപാടുകൾക്ക് പണമാണ് ഒരു മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അളവുകോലായിട്ട് നമ്മൾ കണക്കാക്കുക. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇത്ര രൂപയ്ക്ക് വാങ്ങി, അല്ലെ ഇത്ര രൂപയ്ക്ക് രൊക്കം വാങ്ങി, അല്ലെ ഇത്ര രൂപയുടെ കടമായി വാങ്ങി. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് നമ്മൾ ആ പണം പറഞ്ഞിരിക്കും, ഇത്ര അതിൻ്റെ മൂല്യം പറഞ്ഞിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അല്ലാതെ നമ്മൾ ഒരു ബിസിനസ്സിന് 10 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു വലിയ കൂറ്റൻ ബിൽഡിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എത്ര രൂപയുടെ ബിൽഡിങ്ങാണ്, എത്ര രൂപ ആസ്തിയാണ് നമുക്ക് കാണിക്കണം. അതുപോലെ എത്ര രൂപയുടെ സ്ഥലമുണ്ടെന്ന് പറയണം, അല്ല ഏക്കർ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഇനി അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റാണ് അടുത്തത്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും അതിൻ്റെ കണക്കെഴുതുന്നത് ഒരു പ്രത്യേക കാലയളവിലേക്കാണ്. അങ്ങനെ സങ്കല്പിച്ച് വേണം എഴുതാൻ. ഇപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെ, അപ്പോൾ അതിൻ്റെ പീരീഡ് അവസാനിക്കുന്നത് 31 ഡിസംബർ 2020. ഇനി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷം എടുക്കാം, April 1 ടു നെക്സ്റ്റ് ഇയറിൽ 31 മാർച്ച് വരെ. അതൊരു അക്കൗണ്ടിങ് പീരീഡ് ആണത്. അപ്പോൾ നമ്മൾ പറയും 31 മാർച്ച് 2020 അല്ലെ 2021 എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു വർഷത്തെ കണക്കുകളാണ് നമ്മൾ കാണിക്കുക, എഴുതുക. അതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇതെല്ലാമാണ് കൺസെപ്റ്റുകൾ എന്ന് പറയുക. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ കണക്കെഴുത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ് ഡ്യുവൽ ആസ്പെക്റ്റ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. അതായത് 2 വശങ്ങളുണ്ടായിരിക്കും. ഏതൊരിടപാടിനും 2 വശങ്ങളുണ്ടായിരിക്കും, എല്ലാ ഇടപാടുകൾക്കും. അപ്പോൾ ഓരോ അക്കൗണ്ട്, അതായത് ഓരോ ഇടപാടുകൾക്കും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും 2 അക്കൗണ്ടുകളുണ്ടായിരിക്കും. 2 വശങ്ങളെ നമ്മൾ 2 അക്കൗണ്ടുകൾ എന്ന് പറയാൻ സാധിക്കും. ആ 2 അക്കൗണ്ടുകൾ, ഓരോ അക്കൗണ്ടിനും 2 വശങ്ങളുണ്ടായിരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഓരോ ട്രാൻസാക്ഷനും 2 അക്കൗണ്ടുകളുണ്ടായിരിക്കും. ആ ഓരോ അക്കൗണ്ടിനും 2 വശങ്ങളുണ്ടായിരിക്കും. ആ വശങ്ങളൊക്കെ നമ്മൾ ഓരോ പേര് കൊടുക്കുക. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, അങ്ങനെ. അപ്പം ഡെബിറ്റ് ആസ്പെക്റ്റ്, ക്രെഡിറ്റ് ആസ്പെക്റ്റ് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ എവരി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്, ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് ചുരുക്കി പറയുന്നു. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ടായിരിക്കുന്നത് തന്നെ ഇതാണ്. ഡബിൾ എൻട്രി, ഇരട്ടപ്പതിവ് രീതി കണക്കെടുത്ത സമ്പ്രദായമാണ് നമ്മൾ പഠിക്കുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. 2 വശങ്ങളാണ്. ഒരു റോഡിന് 2 വശങ്ങൾ ഉള്ള പോലെയോ, ഒരു കോയിന് 2 വശങ്ങളുള്ള പോലെയോ ഒക്കെ ഒരു ഇടപാടിന് 2 വശങ്ങളുണ്ട്. ഡെബിറ്റ് വശവും ക്രെഡിറ്റ് വശവും. മനസ്സിലായല്ലോ? അപ്പം ഈ ഡബിൾ എൻട്രി സിസ്റ്റം അതാണ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അങ്ങനെ 2 വശങ്ങളെ ബന്ധപ്പെടുത്തി പറയുന്നതുകൊണ്ടാണ് ഒരു ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ ആ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും തുലനാവസ്ഥയിൽ വരുന്നത്, അല്ലെങ്കിൽ തുല്യമാകുന്നു. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റിയും തുല്യമാണ്, ഒരുപോലെയാണ്, ടാലി ചെയ്യുന്നു ബാലൻസ് ഷീറ്റ്. എന്തുകൊണ്ടാണ്? അത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയും. അതായത് ആസ്തികൾ അല്ലെങ്കിൽ അസറ്റ്സ് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്, കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് മാർക്കറ്റ് വിലയിൽ ആയിരിക്കരുത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിന്മേലായിരിക്കണം കാണിക്കുക. ഇപ്പോൾ ഫർണിച്ചർ 1,00,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി, ആ വർഷാവസാനം നമ്മളവിടെ കാണിക്കണം ഫർണിച്ചർ 1,00,000 രൂപ. അതിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കുറയ്ക്കാം എന്നുള്ളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ അന്നത്തെ അതിനെന്ത് വിലയുണ്ട് ആ വർഷം, അതായത് ഇയർ എൻഡിങ് ആകുമ്പം ഒരു വർഷമായി വാങ്ങി. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ വാങ്ങിയെന്ന് വിചാരിക്കുക, ഒരു വണ്ടി, കാറ് വാങ്ങി 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ കാറിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള അതിൻ്റെ തുക വേണം അവിടെ കാണിക്കാൻ. അതായത് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ, അതേ അവിടെ എഴുതാറുള്ളൂ. അല്ല അന്ന് വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടുമെന്നുള്ള വിലയല്ല എഴുതേണ്ടത്, മാർക്കറ്റ് പ്രൈസ് അല്ല കാണിക്കേണ്ടത്, ഒറിജിനൽ പ്രൈസിൽ വേണം, അല്ലെ ഒറിജിനൽ കോസ്റ്റ് വേണം കാണിക്കാൻ. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുക. ഇനി റവന്യൂ റിയലൈസേഷൻ
വേറൊന്നാണ്. റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം നൽകുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ സേവനം, അല്ലെങ്കിൽ അത് സാധനങ്ങൾ വിൽക്കുന്നതിൽ നിന്നോ ഒരു പ്രത്യേക കാലത്തേക്ക് ലഭിക്കുന്ന വരുമാനം, അതിനെയാണ് നമ്മൾ റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുക. സാധനമായിട്ടോ അല്ലെങ്കിൽ സേവനമായിട്ടോ കൊടുക്കുമ്പോൾ കിട്ടുന്ന നിശ്ചിത കാലത്തേക്ക് കിട്ടുന്ന വരുമാനം, റവന്യൂ റിയലൈസേഷൻ. അടുത്ത മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയും. മാച്ചിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ശരിയായ ലാഭനഷ്ടം നിർണ്ണയിക്കുന്ന രീതിയിൽ വേണം വരവ് ചെലവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വർഷാന്ത്യ കണക്കുകൾ എഴുതാൻ. വർഷാന്ത്യ കണക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വരവ് ചെലവ് കണക്കിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം തയ്യാറാക്കുമ്പോൾ നമ്മൾ ആ വർഷം കൊടുക്കാനുള്ള ചിലവുകളും മുൻകൂർ കൊടുത്തതും നമുക്ക് കിട്ടാനുള്ളതും എല്ലാം ഉൾപ്പെടുത്തണം. എന്നാലേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം കിട്ടത്തുള്ളൂ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആ വർഷം നമുക്ക് കുറച്ച് തുകയും കൂടെ ചിലവിനത്തിൽ കൊടുക്കാനുണ്ട്. ഇനി നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പിന്നീട് ഈ ക്ലാസ്സുകളിൽ. ഇനി നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. വേരിഫയബിൾ ഒബ്ജക്റ്റീവ് അല്ലെ വേരിഫയബിൾ ഒബ്ജക്റ്റീവ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അക്കൗണ്ടിങ് ഡേറ്റ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ എന്നുള്ളതാണ്. അതായത് അത് പരിശോധനയ്ക്ക് വിധേയമായിരിക്കണം. കണക്ക് പുസ്തകങ്ങളിലെ രേഖപ്പെടുത്തുന്ന എല്ലാ കണക്കുകളും അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾക്ക് വിധേയമായിരിക്കണം എന്നാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയും. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തയ്യാറാക്കുന്ന സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തികച്ചും വ്യക്തമാക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഓൾ ഫൈനാൻഷ്യൽ statements published must fully disclosed the true and fair view of state of affairs of the concern എന്നാണ് പറയുക. ശരിയായിട്ടുള്ളതായിരിക്കണം അത് സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം തന്നെ. ഇനി നമുക്ക് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ ഒന്നാമത് മെറ്റീരിയാലിറ്റി എന്ന് പറയും. അതായത് കണക്കെഴുത്ത് സുഗമവും അതുപോലെ തന്നെ സുതാര്യമാക്കുന്നതിന് അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി പ്രസക്തമായിട്ടുള്ള, അതായത് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കണക്കിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ള തത്വമാണ്. അതാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുക. കൺസിസ്റ്റൻസി എന്നുള്ളതാണ് വേറൊരു മോഡിഫയിങ് പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കെഴുത്തിന് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി തന്നെയായിരിക്കണം എല്ലാ വർഷവും. ഓരോ വർഷവും ഓരോ രീതിയിലുള്ള കണക്കെഴുത്ത് സമ്പ്രദായം പാടില്ല. തുടർച്ചയായിട്ടുള്ള കണക്കെഴുത്ത് സമ്പ്രദായം തന്നെ ആയിരിക്കണം. കഴിഞ്ഞ വർഷത്തെ തന്നെ ആയിരിക്കണം അടുത്ത വർഷവും എഴുതുന്ന രീതി, ആ സിസ്റ്റം എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പാരിസൺ നടത്താൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ കണക്ക് ഈ വർഷത്തെ കണക്കുകൾ, 2 വർഷത്തെ കണക്കുകൾ തമ്മിൽ കമ്പാരിസണൊക്കെ നടത്തണമെങ്കിൽ ഒരേ രീതിയിലുള്ള കണക്കെഴുത്ത് സമ്പ്രദായം ആയിരിക്കണം. അതാണ് കൺസിസ്റ്റൻസി എന്ന് ഉദ്ദേശിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് കൺസർവേറ്റിസം എന്ന് പറയും. കൺസർവേറ്റിസം സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. എന്താണ് കൺസർവേറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ് വൈൽ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്ന അവസരത്തിൽ നഷ്ടസാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് എന്നാൽ പ്രതീക്ഷിക്കുന്ന ലാഭത്തെ ഉൾപ്പെടുത്താതെയുമായിരിക്കണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണക്കാക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ള അടിസ്ഥാനത്തിൽ വേണം കണക്കെഴുതാൻ എന്നൊക്കെ പറയുന്ന ഈ കൺസർവേറ്റിസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നഷ്ടസാധ്യതകൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം, അതായത് ലാഭം മാത്രമല്ല എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ അക്കൗണ്ടിങ് വിവരങ്ങൾ യഥാസമയം അതിൻ്റെ ആവശ്യക്കാരിൽ എത്തിക്കുന്ന ഒരു രീതി, അതാണ് ടൈം ലൈൻനെസ് എന്ന് പറയും. അത് വേറൊരു പ്രിൻസിപ്പിളാണ്. ടൈം ലൈൻനെസ്, സമയ കൃത്യത
എല്ലാ അക്കൗണ്ടിങ് ഡേറ്റയും ആവശ്യക്കാരിലേക്ക് യഥാസമയം എത്തിക്കുക എന്നുള്ള തത്വം. എന്നാലേ അത് യഥാസമയത്ത് അതിന് ഒരു തക്കതായ തീരുമാനം എടുക്കാനും എല്ലാം സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വിവിധ തരം മെത്തേഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ, വിവിധതരം കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ അസംഷൻസ്, പ്രിൻസിപ്പിൾസ്, ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കണക്കെഴുത്ത് സമ്പ്രദായം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇത് ശരിക്ക് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണക്കെഴുത്ത് സമ്പ്രദായത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ, കണക്കെഴുത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പം ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും യഥാസമയം തന്നെ എന്നെ അറിയിക്കണം. നന്ദി.